അപ്പോൾ കുണ്ടലിനിയെ പറ്റി സംസാരിക്കാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഹായ് ഒന്നും ഇല്ലാതെ ഡയറക്റ്റ് അതിലേക്ക് തുടങ്ങിയല്ലേ. എനിവേ, കുണ്ടലിനിയെ പറ്റി സംസാരിക്കാം. ഈ കുണ്ടലിനി എന്ന് പറയുന്നതിനെ പറ്റി പൊതുവേ ഭയങ്കരമായ തെറ്റിദ്ധാരണകൾ നമ്മുടെ നാട്ടിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ 7 ചക്രങ്ങളുണ്ട്. ഇപ്പം പൊതുവായിട്ടുള്ള ആദ്യം ബേസിക്സ് പറഞ്ഞു തുടങ്ങാം. അതായത് നമ്മുടെ ശരീരത്തിൽ 7 ചക്രങ്ങളുണ്ടെന്നും അത് ഈ മൂലാധാരം തൊട്ട് സഹസ്രാരം വരെയുള്ള 7 ചക്രങ്ങളുണ്ടെന്നും അത് നമ്മുടെ നട്ടലിൽ ഇങ്ങനെ അലൈൻഡായിട്ടാണ് പോയിരിക്കുന്നത്. അവസാനം തലവരെ അങ്ങനെ വരും. തൊണ്ടയിൽ ആജ്ഞാചക്രമുണ്ട്, നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഹൃദയചക്രം, അങ്ങനെ 7 ചക്രങ്ങളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഏറ്റവും താഴത്തെ ചക്രമായിട്ട് മൂലാധാര ചക്രമാണ് ഈ സെക്ഷൽ ആക്ടിവിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ പറയും. അപ്പോൾ ഈ മൂലാധാരത്തിലാണ് നമ്മുടെ സാധാരണമായിട്ടുള്ള എനർജി അല്ലെങ്കിൽ സ്പിരിച്വൽ എനർജി റെസ്റ്റ് ചെയ്യുന്നതെന്നാണ് കൺസെപ്റ്റ്. അത് പിന്നീട് നമ്മൾ ആത്മീയമായ പുരോഗതിക്ക് നേടുന്നതോടൊപ്പം ഉയർന്ന് നമ്മുടെ തലച്ചോറിലെ സഹസ്രാരത്തിൽ വരെ എത്തുമ്പോഴത്തേക്കും നമ്മൾ ജ്ഞാനം നേടുമെന്നും പൂർണ്ണനായി മാറുമെന്നും സൂപ്പർ ഹ്യൂമൺ ആയിട്ട് സൂപ്പർ ഹീറോ ആയിട്ട് മാറുമെന്നൊക്കെയാണ് കൺസെപ്റ്റ് കഥകളൊക്കെ പോകുന്നത്. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങളെ പറ്റിയാണ് ഞാൻ ഇവിടെ പറയുന്നത്. സോ നിങ്ങളുടെ വിശ്വാസങ്ങളും നിങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങളുമായിട്ട് ഇത് അലയണ്ടാവുന്നില്ലെങ്കിൽ എന്നോട് ദേഷ്യം തോന്നാതിരിക്കുക. കാര്യം വേറൊന്നുമല്ല, ഈ രമണ മഹർഷി തുടങ്ങി നിസർഗദത്ത മഹാരാജ്, സിദ്ധരാമേശ്വർ മഹാരാജ്, പപ്പാജി, ഇനി ശ്രീനാരായണ ഗുരു, ഇങ്ങനെ പല ആളുകളുടെയും ടീച്ചിങ്ങിൽ നിന്നൊക്കെ ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം, ശരീരം ഒരു ഇലൂഷനാണ്. അതായത് നമ്മുടെ ഈ കാണുന്ന റിയാലിറ്റി എന്ന് പറയുന്നത് മൊത്തം ഇലൂഷനാണ്. ഇതിനെല്ലാം അണ്ടർലൈൻ ചെയ്യുന്ന ഒരു ശുദ്ധമായ ബോധമുണ്ട്. ഇതിൻ്റെയൊക്കെ ബേസിക് പ്ലാറ്റ്ഫോം, അടിത്തറ എന്ന് പറയുന്നത്. അതായത് ഒരു ടി വിയിൽ നമ്മൾ ഒരുപാട് വിഷ്വൽസ് കാണുകയാണ്. ഈ വിഷ്വൽസ് നമ്മൾ ടി വി കാണുന്ന സിനിമയിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ ചുറ്റും നടക്കുന്ന കാര്യങ്ങളല്ല. ആ ടി വിയാണ് ശുദ്ധമായ ബോധം. ആ സ്ക്രീൻ, ഇതെല്ലാം സംഭവിക്കുന്ന സ്ക്രീനാണ് ശുദ്ധമായ ബോധം. സ്ക്രീനിലിങ്ങനെ ഒരുപാട് ഇമേജ് വന്ന് മറിഞ്ഞ് പോയിക്കൊണ്ടിരിക്കും. പക്ഷെ അതുകൊണ്ട് ആ സ്ക്രീനിനൊന്നും സംഭവിക്കുന്നില്ല. ആ സിനിമ അവസാനിച്ചാലും സ്ക്രീൻ അവിടെ തന്നെ ഉണ്ടായിരിക്കും. അങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. ശുദ്ധമായ ബോധം എപ്പോഴും ഇവിടെ അണ്ടർലൈനിങ് ആയിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഒരുപാട് നമ്മുടെ ഈ സംഭവ വികാസങ്ങൾ, ഹാപ്പനിങ്സ് എന്ന് പറയും, എല്ലാം ഇവിടെ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ശരീരം ഒരു ഇലൂഷനാണ്. രമണ മഹർഷി പറഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ ശരീരം ഒരു ചിന്തയാണ്. ഇവിടെ നടക്കുന്നതെല്ലാം ഓരോ ചിന്തകളാണ്. ഓരോ തോട്ടുകൾ റിയലായിട്ട് മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ശരീരമില്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ ശരീരം ഉണ്ടെന്ന് അറിയുന്നില്ല, ലോകം ഉണ്ടെന്ന് അറിയുന്നില്ല. അപ്പം നിങ്ങൾ ശുദ്ധമായ ബോധത്തിലാണ്. നിങ്ങൾ ഉറക്കത്തിൽ സ്വപ്നം കാണുമ്പോൾ അതൊരു വേറൊരു മാനിഫെസ്റ്റേഷനാണ്, വേറൊരു റിയാലിറ്റിയോടെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് ഉണരുമ്പോൾ വീണ്ടും നമ്മൾ ഇവിടെ നമ്മുടെ ഒരു ചിന്ത, നമ്മുടെ തോട്ട്, നമ്മുടെ മനസ്സ്, നമ്മുടെ ഞാൻ വീണ്ടും ഒരു ലോകം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഇങ്ങനെയാണ് രമണ മഹർഷിയെ പോലുള്ള ആളുകൾ പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ ആ ഒരു കൺസെപ്റ്റിൽ നിന്ന് അതിൻ്റെ കാഴ്ചപ്പാടിൽ നോക്കുമ്പോഴത്തേക്കും ശരീരം ഒരു ഇലൂഷനാണ്. ഈ ശരീരത്തിൽ നിന്നും നമ്മുടെ ഈ ചുറ്റുപാടിൽ നിന്നും നമ്മൾ ഐഡൻറ്റിഫിക്കേഷൻ മതിയാക്കി ശുദ്ധമായ ബോധമായി ആ ഒരു അവയർനെസ്സായി പ്യുവർ കോൺഷ്യസ്നെസ്സായി എക്സിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം. അപ്പോൾ അതും ആ ഒരു കൺസെപ്റ്റിൽ നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ശരീരം ഒരു ഇലൂഷനാണെങ്കിൽ ശരീരത്തിലുണ്ട് എന്ന് പറയുന്ന ചക്രങ്ങൾ ഒരു ഇലൂഷനല്ലേ? ചക്രങ്ങൾക്ക് എന്ത് പ്രാധാന്യമാണ് അവിടെ ഉള്ളത്? അത് തന്നെയാണ് ഞാനും പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം ശരീരം ഒരു തോട്ടാണ്. ശരീരവുമായി നമുക്ക് ഐഡൻറ്റിഫിക്കേഷൻ ഇല്ലാതാവുമ്പോൾ പിന്നെ നമ്മുടെ കയ്യിലൊരു വിരൽ മുറിഞ്ഞു പോയാൽ പോലും നമുക്കൊന്നും തോന്നില്ല. കാരണം നമ്മൾ അത്രത്തോളം ഐഡൻറ്റിഫൈഡ് അല്ലാതാണ്. രമണ മഹർഷിയെ പോലുള്ള ആളുകൾക്ക് സാധിച്ചിട്ടുണ്ട്, നമുക്ക് സാധിക്കുമെന്ന് എനിക്കറിയില്ല. എനിവേ, അപ്പോൾ ഈ ഒരു കുണ്ടലിനി ഉണർത്തുക എന്ന് പറയുന്നത് ഒരു തരം ഇലൂഷനാണ്. അതായത് നമ്മൾ ഈ മാനിഫെസ്റ്റിംഗ് വേൾഡിൽ, നമ്മൾ ഈ വേൾഡിൽ ഒരു കാര്യം, ഈ ലോ ഓഫ് അട്രാക്ഷനിലൂടെ ഒരു കാര്യം മാനിഫെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഓൾറെഡി ഉള്ള ഇലൂഷനിൽ വീണ്ടും ഒരു ഇലൂഷൻ മാനിഫെസ്റ്റ് ചെയ്യുകയാണ്. അതുപോലെ തന്നെയാണ് നമ്മളിവിടെ വീണ്ടും ഒരു ഇലൂഷൻ മാനിഫെസ്റ്റ് ചെയ്യാൻ ചെയ്യുന്നത്. നമ്മളിവിടെ ചക്രങ്ങൾ ഇമാജിൻ ചെയ്ത് ക്രിയേറ്റ് ചെയ്യുന്നു. അതിൽ സഹസ്രാരം നമ്മൾ വരെയുള്ള കുണ്ടലിനി റൈസിങ്ങിനെ നമ്മൾ നടത്തുന്നു. അതിൽ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് ചില സിദ്ധികൾ ലഭിച്ചെന്നിരിക്കാം. ആ സിദ്ധികൾ കൊണ്ട് നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചെന്നിരിക്കാം. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, അതെല്ലാം അപ്പോഴും സംഭവിക്കുന്നത് ഈ ഫിസിക്കൽ റിയാലിറ്റിയിലാണ്. ഇതിനപ്പുറത്താണ് യാഥാർത്ഥ്യം. ഇവിടെ ഓൾറെഡി കുറേ ഇലൂഷനുണ്ട്. നമ്മുടെ പവറിൻ്റെ, മൈൻഡിൻ്റെ പവർ കൊണ്ട്, നമ്മുടെ സെൽഫിൻ്റെ പവർ കൊണ്ട് നമുക്ക് വീണ്ടും ഇവിടെ ഇതിനേക്കാൾ വലിയ സൂപ്പർ നാച്ചുറൽ കാര്യങ്ങളൊക്കെ മാനിഫെസ്റ്റ് ചെയ്യാൻ സാധിച്ചെന്നിരിക്കാം. പക്ഷേ അത് അപ്പോഴും ഒരു മായയല്ലേ? അതിനെന്ത് പ്രാധാന്യമാണുള്ളത്? അത് നമ്മുടെ മായയിൽ കൂടുതൽ ബലപ്പെടുത്താനും കൂടുതൽ ബന്ധിപ്പിക്കാനും സഹായിക്കും. നമ്മൾ കൂടുതൽ ഈ നമ്മുടെ ഇലൂഷനിൽ ട്രാപ്പായി പോകും. നമ്മളെന്തോ നേടുന്നു, നമ്മുടെ ചക്രം നമ്മൾ ഉണർത്തി നമ്മൾ കുണ്ടലിനി ശക്തി നേടുന്നു എന്ന് പറയുമ്പം നമ്മളെന്തോ നേടുന്നു. അതായത് ഞാനെന്തോ നേടുന്നു. എൻ്റെ ഉള്ളിലെ ഞാനെന്ന് പറയുന്ന ആ ഒരു സെൽഫ് ഐഡൻറ്റിറ്റിയെ, സെൽഫ് ഇലൂഷനെ ഞാൻ വീണ്ടും ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആത്മീയ പുരോഗതി?
അതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആത്മീയ പുരോഗതിയെങ്കിൽ നിങ്ങളത് ചെയ്യുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഇനി ഞാൻ കുണ്ടലിനിയെ മനസ്സിലാക്കിയ കാര്യം കൂടി ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു കൺസെപ്റ്റ് ഓഫ് കുണ്ടലിനി എന്ന് പറയുന്നത് ഇതിൽ നിന്നും തികച്ചും വ്യത്യാസമാണ്. സ്വാഭാവികതയാണ് എന്നെ സംബന്ധിച്ച് കുണ്ടലിനി എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇന്ന് കുണ്ടലിനി, ഞാൻ ഇടയ്ക്കുന്ന ഒരു പരസ്യം കണ്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ആദ്യത്തെ 2 ചക്രം അവർ ഫ്രീ ആയിട്ട് ഉണർത്തി തരാം, ബാക്കിയുള്ള ചക്രത്തിന് പൈസ കൊടുത്താൽ മതിയെന്ന്. അത് കണ്ട് ഞാൻ ഒരുപാട് ചിരിച്ച ഒരു ഇതായിരുന്നു, ഒരു പരസ്യമായിരുന്നു അത്. സത്യം പറഞ്ഞാൽ അങ്ങനെ കാശ് കൊടുത്ത് ഉണർത്താൻ പറ്റുന്നൊരു കാര്യമാണോ ഇത്? അല്ലെങ്കിൽ ഒരു മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്താൽ പോലും ഒരു എഫേർട്ടോട് കൂടി ഇത് ഉണർത്താൻ സാധിക്കുമോ? ഞാൻ മനസ്സിലാക്കുന്നില്ലെന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിൽ ഈ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്ന എല്ലാവരുടെയും കുണ്ടലിനിയൊക്കെ ഉണർന്ന് പന്തലിച്ചിരിക്കണ്ടേ? സംഭവിക്കാറില്ല, അറിയാമല്ലോ. ശരിക്കും സ്വാഭാവികതയിലാണ് ഈ ഒരു കുണ്ടലിനി എനർജി അല്ലെങ്കിൽ ആ ഒരു താളം നമുക്കുണ്ടാകുന്നത്. ഈ പ്രകൃതിയുടെ താളവുമായി ലയിക്കുന്നതിനെയാണ് കുണ്ടലിനി ഉണർന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമായി ഞാൻ പേഴ്സണലി കണ്ടിട്ടുള്ളത് ഓഷോ എന്ന് പറയുന്ന വ്യക്തിയാണ്. അതായത് ഭഗവാൻ രജനീഷ്, പിന്നീട് ഓഷോ എന്നറിയപ്പെട്ടു, അദ്ദേഹത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഈ ഓഷോയുടെ ഒരു പ്രത്യേകത, അദ്ദേഹം പ്രകൃതിയുമായ ഒരു താളത്തിലായിരുന്നു. അദ്ദേഹത്തിന് ആവശ്യമില്ലാത്ത ഇല്യൂഷൻസ് ഉണ്ടായിരുന്നില്ല. അദ്ദേഹം ഇപ്പോൾ ഈ നിമിഷത്തിൽ ജീവിച്ചു. പഴയ കാര്യങ്ങളെപ്പറ്റി ഓർത്തില്ല, ഫ്യൂച്ചറിനെ പറ്റി പ്ലാൻ ചെയ്തില്ല. അദ്ദേഹം ചിന്തകളിൽ പെട്ട് കിടക്കാതെ ഇപ്പോൾ ഈ നിമിഷത്തിൽ ഇങ്ങനെ അതൊരു താളത്തിലാണ് അദ്ദേഹം ഇരുന്നത്. അദ്ദേഹം പ്രകൃതിയുമായിട്ട് വളരെ അലയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായിരുന്നില്ല. ജിദ്ദു കൃഷ്ണമൂർത്തി ഇതിൻ്റെ വേറൊരു ഉദാഹരണമാണ്. അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു കോൺഫ്ലിക്റ്റും ഉണ്ടായിരുന്നില്ല. അവർ സ്വസ്ഥമായും സ്വാഭാവികതയോടു കൂടിയാണ് ഇരുന്നത്. നമ്മൾ ഒത്തൻറ്റിക് ആയിട്ടിരിക്കുക, സ്വാഭാവികതയോടുകൂടി ഇരിക്കുക എന്ന് പറയുന്നതാണ് കുണ്ടലിനി വളർത്തുന്നതിൻ്റെ ഒരു പ്രധാന കാരണം. നമുക്ക് ഞാൻ ഈ സ്വാഭാവികതയെ പറ്റി മറ്റൊരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ കാണുക. ഇപ്പോൾ വീണ്ടും ഞാൻ ഈ സ്വാഭാവികതയെ പറ്റി ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ ഒരുപാട് സമയം വേസ്റ്റ് ആവും. അതിൻ്റെ ആവശ്യമില്ല. നമുക്ക് സ്വാഭാവികമായുള്ളൊരു ജീവിതം, പ്രകൃതിയുമായി താളത്തിലുള്ളൊരു ജീവിതം, ഇൻറ്റേർണലി കോൺഫ്ലിക്റ്റ് ഇല്ലാത്തൊരു ജീവിതത്തിന് മാത്രമേ കുണ്ടലിനി ഉണർന്നു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അത് ഈ ഫിസിക്കൽ റിയാലിറ്റിയെ പറ്റി തന്നെയാണ് ഞാൻ എപ്പോഴും പറയുന്നത്. അതായത് ഈ ചക്രത്തിൽ നിന്ന് ചക്രത്തിലേക്ക് കയറിപ്പോകുന്ന ഒരു ശക്തിയെ പറ്റിയല്ല ഞാൻ പറയുന്നത്. പ്രകൃതിയുമായിട്ടൊരു താളത്തിൽ നമ്മളിങ്ങനെ വരുമ്പോൾ പ്രകൃതി നമ്മുടെ കൂടെ ആയിരിക്കും. നമുക്ക് സ്വസ്ഥമായി സമാധാനമായി ഇവിടെ ജീവിക്കാൻ കഴിയും. എല്ലാം വളരെ ഈസി ആയിരിക്കും നമ്മൾക്ക്. അതിനെയാണ് കുണ്ടലിനി ശക്തി എന്ന് പലരും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത്. ചില ആളുകളുടെ ജീവിതത്തിൽ എല്ലാം വളരെ ഈസി ആയിരിക്കും അവർക്ക്. അവരൊരു ബുദ്ധിമുട്ടും ഇല്ലാതെയാണ് ജീവിക്കുന്നത്. അവർക്ക് ഒരു ബുദ്ധിമുട്ടും ജീവിതത്തിൽ നേരിടേണ്ടി വരില്ല. അതിൻ്റെ കാരണം അവരുടെ ഈ സ്വാഭാവികതയാണ്, ഒത്തൻറ്റിസിറ്റിയാണ്. അവരെ ഒരു ഇത് പ്രശ്നത്തിലും പെടുത്താതെ സ്മൂത്ത് ആൻഡ് ചില്ലായിട്ട് ഇങ്ങനെ വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഒഴുകി ജീവിതത്തിൽ ജീവിക്കാൻ സാധിക്കും. ഈ ദാവോയിസം ഫോളോ ചെയ്യുന്ന പല ആളുകൾക്ക് ഇത് സാധിക്കാറുണ്ട്. അലൻ വാട്ട്സ് എന്ന് പറയുന്ന ഒരു ഇംഗ്ലീഷ് ഫിലോസഫറുണ്ട്, അമേരിക്കക്കാരനായിരുന്നു. അദ്ദേഹത്തിന് ഇത് സാധിച്ചതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ദാവോയിസ്റ്റിൽ പല സന്യാസിമാരെയും പറ്റി അവർ പറയും. ഒരു സന്യാസിയുടെ പേര് ഞാൻ മറന്നുപോയി. അദ്ദേഹത്തെ പറ്റി അവർ പറയുന്നത് അദ്ദേഹം പറന്നാണ് പോണതെന്ന്. അദ്ദേഹം നടക്കാറില്ല, അദ്ദേഹം പറന്നാണ് പോണതെന്ന് പറയും. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം പറന്നെന്നാണോ ഓർത്തത്? ചിറക്ക് വെച്ച് അദ്ദേഹത്തിന് മറ്റേ മാന്ത്രിക സിദ്ധി ഉണ്ടായിരുന്നെന്നാണോ വിചാരിക്കുന്നത്? അല്ല. അതവർ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജീവിതത്തിൻ്റെ ഒഴുക്കിലൂടെ ഒരു കോൺഫ്ലിക്റ്റും ഇല്ലാതെ അദ്ദേഹം ഇങ്ങനെ സ്മൂത്തായിരുന്നു ഒഴുകി പോവുകയാണ്. അതിനെയാണ് അദ്ദേഹം നടക്കാറില്ല, അദ്ദേഹം പറന്നു പോവുകയാണെന്ന് ആൾക്കാർ പറയുന്നത്. നിങ്ങൾ ഓഷോ നടക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. എന്ത് സ്മൂത്തായിട്ടാണ് അദ്ദേഹം പോകുന്നത്. അത് അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് എഫേർട്ടോടുകൂടി ക്യാറ്റ് വാക്ക് ചെയ്യുന്നതല്ല, അത് സ്വാഭാവികതയോടുകൂടി സംഭവിക്കുന്നതാണ്. നമ്മുടെ ഉള്ളിൽ യാതൊരു കോൺഫ്ലിക്റ്റും ഇല്ലെങ്കിൽ നമുക്ക് ഈ ജീവിതത്തിൽ വളരെ സ്വസ്ഥമായ റിലാക്സ്ഡായി ഫുൾ ടൈം ഇരിക്കാൻ പറ്റും. ഈ ഒരു സമാധിയുടെ തൊട്ട് മുമ്പത്തെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് റിലാക്സേഷനാണ്, അത് മറക്കാതിരിക്കുക. ഓക്കെ, ബേസിക് കുണ്ടലിനിയെ പറ്റിയുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ ഇവിടെ പറഞ്ഞത്. ഇനി ഒരു സൈക്കോളജിക്കൽ കുണ്ടലിനി ഉണ്ട്, അതിനെപ്പറ്റി ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഓക്കെ, ബൈ, താങ്ക് യു.